നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 29-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 16-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ദിവസം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണം രാവിലെ തുടങ്ങുമ്പോൾ തിരുവോണം അല്ല എങ്കിലും ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് തിരുവോണ നക്ഷത്രമാണ് നിൽക്കണേ. ഉത്രാടം തീർന്ന് തിരുവോണത്തിലേക്ക് വരികയാണ്. ഇന്നത്തെ നക്ഷത്രം എന്തോ ആയിക്കോട്ടെ, തിരുവോണ നക്ഷത്രത്തിനാണ് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. കാരണം 6 നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ നക്ഷത്രം ബർത്ത്ഡേ നക്ഷത്രമായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഉത്രാടം നമുക്ക് 6 നാഴികയില്ല. തുടങ്ങിയപ്പോൾ തന്നെ അത് തീർന്ന് അതിന് ശേഷം തിരുവോണ നക്ഷത്രമാണ് ബാക്കി വരണ ഫുള്ളായിട്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നല്ലതാണ്, നക്ഷത്രം കൊള്ളാം ഒക്കെ ആണെങ്കിൽ പോലും ഇന്ന് അമാവാസിയാണ്, കർത്തവാവാണ്. അമാവാസിക്ക് ഒരു പ്രത്യേകതയുള്ള എന്താണ്? അന്ന് ഇരുട്ട് വ്യാപിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അന്ന് അത് ശോഭനമാവാത്ത സമയമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം. ഈ അമാവാസി ദിവസം മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ. ശരിക്ക് ജ്യോതിഷത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് സൂര്യനും അമ്മ എന്ന് പറയുന്നത് ചന്ദ്രനും. അപ്പോൾ അമാവാസി എന്ന് പറഞ്ഞാൽ ചന്ദ്രന് ബലമില്ലാത്ത ദിവസമാണ്, ഇരുട്ടാണ്. അപ്പോൾ നമ്മളെ പലതരത്തിൽ വിഷമിപ്പിക്കാനിടയുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിട്ടായിരിക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചെയ്യുന്നതിൽ ഇരുട്ട് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിഷമങ്ങളുണ്ടാവും, കാര്യങ്ങൾ ഭംഗിയാകാതെ വരും. അതുപോലെ തിരുവോണ നക്ഷത്രം, മകരമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ദോഷപ്രദമായ ഒരു വർഷമായിരിക്കും. കാരണം അമാവാസിക്കാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. ദിവസമൊക്കെ കൊള്ളാം, നല്ല നക്ഷത്രമാണ്. പക്ഷേ അമാവാസിക്കാണ്. അമാവാസി ഇരുട്ടാണ്. പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടാവും. മാതാവിനല്ലെങ്കിൽ മാതൃതുല്യരായവർക്ക് അരിഷ്ടതയുണ്ടാവും. അതുപോലെ അസുഖാവസ്ഥകൾ വിട്ടുമാറാതെ നിൽക്കും, കാര്യങ്ങൾ തടസ്സപ്പെടുത്തും. അപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം, അവരൊക്കെ പിരിഞ്ഞു പോവുക. പിണങ്ങിപ്പോയാലും മതി, അല്ലാതെ എന്തെങ്കിലും രീതിയിൽ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടാലും ആകാം. ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാലയളവാണ്. അപ്പോൾ ഇത് മാറ്റിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു വർഷ കാലയളവും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് അമാവാസിക്ക് വന്നതുകൊണ്ട് പൗർണമി വ്രതം നോക്കണം. വെളുത്ത വാവിൻ്റെ അന്ന് വ്രതാനുഷ്ഠാനത്തോടു കൂടി ദേവീക്ഷേത്രത്തിൽ പോയി പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് ഈ അമാവാസിയുടെ ഇരുട്ട് മാറിക്കിട്ടും ഒരു വർഷവും, അടുത്ത ബർത്ത്ഡേ വരെ. അതുപോലെ നമുക്ക് ദേവീക്ഷേത്രത്തിൽ അർച്ചനയ്ക്കൊക്കെ കൊടുക്കുക. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്കത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. എന്നാലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന ദിവസമാണ്. നമ്മൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് 12:38 തൊട്ട് 2:04 വരെയാണ്. 1:30 തൊട്ട് 3 ശരിക്ക് 12 മണി മുതൽ 1:30 മണി വരെ നീട്ടിക്കുന്നിടത്താണ് 2:04 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലം നോക്കി വേണം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. അതുപോലെ 2 സമയങ്ങൾ, ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും സൂക്ഷിക്കണം. ഗുളിക കാല സമയം 11:11 തൊട്ട് 12:38 വരെയും യമകണ്ഠ കാല സമയം 8:17 തൊട്ട് 9:44 വരെയും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം 12:14 തൊട്ട് 1:02 വരെയാണ് അഭിജിത്ത് മുഹൂർത്തവും. ഇന്നത്തെ ദിവസം ഈ ഗുളികൻ്റെയും അതേപോലെ രാഹുവിൻ്റെയും ബന്ധം നിൽക്കുന്ന സമയമായതുകൊണ്ട് അത്ര കണ്ട് നല്ലതല്ല. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണവും കൂടി ശ്രദ്ധിച്ചോളുക. കുറേ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും വസ്ത്രധാരണം. പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നതും അല്ലെങ്കിൽ പച്ച കളറിൽ പച്ച മിക്സായിട്ടുള്ള കളറ് വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറിലുള്ള വസ്ത്രം കയ്യിൽ കരുതുകയോ ചെയ്യുന്നത് നമ്മളിലേക്ക്
പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും നമ്മളിലുള്ള നെഗറ്റീവ് മാറിക്കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എങ്കിലും ശരിക്ക് പ്രപഞ്ചശക്തിയുടെ സഹായത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.